ഹലോ ഗുസ് നമുക്ക് ഇനാഗ്രേഷൻ അറ്റൻഡ് ചെയ്യാനുണ്ട്. അപ്പൊ എന്നോട് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് സുന്ദരിയായിട്ട് വരാൻ പറയുന്നു. പക്ഷെ ആ കുറിപ്പ് തണുപ്പോട്ട് മേക്കപ്പ് ആയിട്ട് ഒന്ന് കുളിച്ചിട്ടും കൂടെ അല്ലേ വന്നിട്ട്. അൽഹംദുലില്ലാ ഓളെ കിട്ടിയ എന്റെ ഹൈറിക്ക് മേക്കപ്പ് ഒന്നും വാങ്ങി കൊടുക്കണ്ടല്ലോ. ഈ കാണുന്ന വൈകുന്നേരം വരെയുള്ള കഥകൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇനി ഞാൻ ഷോപ്പിൽ എത്തുന്ന വരെ ഞാൻ ഓരോന്ന് കേട്ടോണ്ടിരിക്കേണ്ടി വരും. അത് മാത്രമുള്ള ഒരു കുഴപ്പം. ഇതുണ്ട് റെഡ് സിഗ്നലിലൊക്കെ വണ്ടി എത്തിയിട്ട് തുള്ളിച്ചായിട്ട് സന്തോഷിക്കുന്ന ഒരു മനസ്സിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ലൊരു ഹംക്ക്. ഈ കടയിലെ ഇനാഗ്രേഷൻ ഉണ്ട്. പക്ഷെ നമ്മളെത്തിയപ്പോൾ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. വന്ന സ്ഥിതിക്ക് എന്തായാലും നമ്മൾ ചായയും കടിയും കുടിച്ചിട്ടേ. അപ്പൊ അത് കൊടുത്തു, നെയ്ച്ചോറും ബീഫ് കൊടുത്തു. നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത ആഴ്ച അമ്മ നാട്ടിൽ പോവാണ് ഗുയിസ്. അപ്പൊ കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ ഇറങ്ങി. അപ്പോക്കിനോടങ്ങി ഞാൻ കുട്ടികളുടെ ഡ്രസ്സ് വെക്കല്. അത് ഒരു വയസ്സ് കഴിഞ്ഞിട്ട് ഇടാനുള്ളത്. കുട്ടി ഇനി 4 മാസം ബാക്കി. അവളൊക്കെ കുട്ടി ഷോപ്പിംഗ് നിന്നെ പറഞ്ഞാൽ മതി. ഗ്യാസ് എത്തിച്ച തോക്ക് വർക്ക് ചെയ്ത് നോക്കിയതാണ്. ആ എക്സ്പ്രഷൻ കണ്ടപ്പോൾ മനസ്സിലായില്ലേ, ചെറുതായിട്ടൊന്ന് പേടിച്ചു. ഇത് പിന്നെ അലാവുദ്ദീന്റെ അത്ഭുതവൾക്ക് വരക്കത്ത് എന്തോ സാധനമാണ്. അപ്പൊ അതിന് ഞാൻ ഭൂതം വരുന്നിട്ട് ഉമ്മ നോക്കി കണ്ടിക്കാണ്. ഓളെ പിന്നെ ബോട്ടിലിനവിടെ പോയി നോക്കിയാൽ മതി. ഞാൻ പറയില്ല ജബൾക്ക് ബോട്ടിൽ ആരോ കൈവശം കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ 10ാമത്തെ ബോട്ടിലാണ്. ഇത് വാങ്ങ അവിടെ ഏതെങ്കിലും കട്ടിലിന്റെ അടിയിലോ സോഫിന്റെ അടിയിലോ കൊണ്ടുവെക്കുക. അല്ല വെള്ളം കുടിച്ചിട്ട് അവരോട് നോക്കില്ല. ഇക്കൊരു നൈസ് ചോന്ന ഷൂ വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഷൂ ഒരു അൽക്കുലത്തെ ഡിസൈൻ സ്റ്റൈലാണ്. സാധനം വാങ്ങിക്കേണ്ടി ഞങ്ങൾ ഫുഡും കൂടെ കഴിക്കാനായിട്ട് കയറി. അപ്പൊ അത്രേ ഉള്ളൂ. നിങ്ങൾ ലൈക്കും ഫോളോ ചെയ്തേക്ക്. ഞാൻ നാളെ വരാം.